ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് ഒരു മിക്സഡ് വൊളാറ്റിലിറ്റി കാഴ്ചവെച്ച് കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. മെറ്റാ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ആമസോണൊക്കെ പുതിയ റെക്കോർഡ് ഹൈലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ പുറത്ത് വന്ന മാർച്ച് മാസത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ അമേരിക്കൻ എക്കണോമിക്ക് പോസിറ്റീവ് ആയിരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വന്ന 3.8% എക്സ്പെക്റ്റേഷൻ ആയിരുന്നത് 3.9% ആയിരുന്നു. അപ്പോൾ കുറവ് അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ കോർപ്പറേറ്റുകൾ ധാരാളം ജോബുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ ഡിസിഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക എന്നുള്ളൊരു സംശയമൊക്കെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ വൊളാറ്റിലിറ്റി കൂടുതലാണ്. 16.03 ആണ് S&P 500 വിക്സ്. വ്യാഴാഴ്ച 16.35 ആയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏപ്രിൽ മുതൽ കാണുന്ന ഒരു പ്രതിഭാസം വലിയ രീതിയിലാണ് പ്രൊട്ടക്ഷന് വേണ്ടി പുട്ട് ഓപ്ഷൻ S&P 500 പുട്ട് ഓപ്ഷനൊക്കെ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ്. ഇത് സൂചിപ്പിക്കുന്ന അമേരിക്കൻ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല വൊളാറ്റിലിറ്റീനെ തന്നെയാണ്. ഇനി നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ചൈനീസ് മാർക്കറ്റുകൾ വ്യാഴം വെള്ളിയൊക്കെ ഹോളിഡേ ആയിരുന്നു. മറ്റു മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ളത്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഗോൾഡാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഗോൾഡ് ഹിറ്റ് ചെയ്തിരുന്നു. ജൂൺ ഫ്യൂച്ചേഴ്സ് $2,350 പെർ ഔൺസ് വരെ വന്നിരുന്നു. ഇന്ന് മോർണിംഗിലും ഗോൾഡ് വീണ്ടും റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. $2,372.5 പെർ ഔൺസ് വരെ ജൂൺ ഫ്യൂച്ചേഴ്സ് ഉയർന്നിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $2,365 പെർ ഔൺസിനാണ്. സ്പോട്ട് ഗോൾഡ് $2,350 പെർ ഔൺസിനാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. $90.86 പെർ ബാരലായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ വീക്കാണ്. ഹമാസും ഇസ്രായേലും തമ്മിൽ ഈജിപ്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ടോ, മിക്കവാറും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്ന റിപ്പോർട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും അത് ക്രൂഡിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. കാരണം അവിടെ ഒത്തുതീർന്നു കഴിഞ്ഞാൽ ഷിപ്പുകളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകുമ്പോൾ ക്രൂഡ് കാരേജസിനൊക്കെ പോസിറ്റീവ് ആയിരിക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ പോരാനാണ് ചാൻസ് കൂടുതൽ. മെറ്റൽ ഫ്യൂച്ചേഴ്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച കോപ്പർ 14 മന്ത് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിലും 14 മന്ത് ഹൈയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ സൺഡേ പോഡ്കാസ്റ്റിൽ എമർജിങ് പോർട്ട്ഫോളിയോ റിസർച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിരുന്നു. ഫോറിൻ ഫണ്ടുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ഫാർമ ഷെയർസ്, ക്യാപിറ്റൽ ഗുഡ് ഷെയർസ്, എയറോ സ്പേസ്, ഡിഫൻസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സ്റ്റോക്കുകൾ, മെഷീനറി സ്റ്റോക്കുകൾ, ടെലികോം, ടെക്നോളജി, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഓവർസീസ് മാർക്കറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൺസിക്യൂട്ടീവായിട്ട് 55 ആഴ്ചകൾ ഇന്ത്യ ഡെഡിക്കേറ്റഡ് ഫണ്ടുകളിലേക്ക് ഇൻഫ്ലോ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലത്തെ കണക്ക് വെച്ചിട്ട്. പക്ഷേ ഒരു ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് ഉള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഫണ്ടുകൾ ഇപ്പോൾ പ്രെഫറൻസ് കൊടുക്കുന്നത് ചൈനീസ് മാർക്കറ്റിനാണ്. ഇതിനു മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിനായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് പ്രെഫറൻസ് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ ചൈനീസ് മാർക്കറ്റിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബീറ്റൻ ഡൗൺ സ്റ്റോക്കുകളാണ് ചൈനയിൽ. ഡൗൺ ടു എർത്ത് വാല്യുവേഷനാണ് അവൈലബിൾ ആയത്. ഒരുപക്ഷെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ വ്യൂ മാറ്റിയേക്കാന്നുള്ളൊരു ഇൻഡിക്കേഷൻ തന്നിരുന്നു. അത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ വരുന്ന ന്യൂസുകളെല്ലാം പോസിറ്റീവാണ്. പൊളിറ്റിക്കിലേക്ക് വരുന്ന വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന പല ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ട്. അത് അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ കോഫിയുടെ ഇപ്പോൾ 63 റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അറബിക്ക കോഫിയുടെ പ്രൈസ് വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. കോഫിയുടെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡെറ്റ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കോഫിയുടെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം 20,000 ഏക്കറിൽ അറബിക്ക കോഫി കൃഷിയുള്ള ഒരു കമ്പനിയും കൂടിയാണ്. അപ്പോൾ കോഫിയുടെ സംബന്ധിച്ച് മീഡിയം ടൈമിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ ആസ്റ്റർ DM നമ്മുടെ ഒരു ടോപ്പ് പിക്കുകളിലൊന്നാണ്. നമ്മൾ പറഞ്ഞിരുന്നു ആസ്റ്റർ DM ഹെഫ്റ്റി ഡിവിഡൻ്റ് ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നുള്ളത്. ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഏപ്രിൽ 12-നാണ്. $120 പെർ ഷെയർ ഡിവിഡൻ്റ് ആവുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ടാറ്റ പവർ ചെറിയൊരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ട്രാൻസ്മിഷൻ കമ്പനിയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്.
ഒപ്പം ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റിൻ്റെ പേരും മാറാൻ പോവാണ്. ഇക്വിനോക്സ് ഇന്ത്യ ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നായി മാറുകയാണ്. എംബസി ഗ്രൂപ്പ് അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് ഒക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഒപ്പം അസറ്റ് അക്വിസിഷൻ വരെയാണ്. ഇന്ത്യയിലത്തെ 7 ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ ഒന്നായിട്ട് മാറാൻ പോവുകയാണ്. ഓൾറെഡി റിയൽ എസ്റ്റേറ്റ് ധാരാളം അസറ്റുള്ള ഒരു കമ്പനിയാണ് ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ്. പക്ഷേ പലവിധ കോർപ്പറേറ്റ് ഇഷ്യൂസിലാണ് എൻ്റെ വാല്യുവേഷൻ താഴെ വന്നിരുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ട് ഈ സ്റ്റോക്കിനെ ലോങ് റണ്ണിൽ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ന്യൂസാണ്. സൊമാറ്റോ അവരുടെ ക്വിക്ക് കോമേഴ്സ് ബ്ലിങ്കിറ്റ് ഉണ്ട്. എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. വലിയ പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജിയോ സ്പേഷ്യൽ രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് നല്ല കാലമാണ്. കാരണം AI ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളിൽ കൂടി ധാരാളം പ്രൊജക്റ്റുകളാണ് വരാൻ പോകുന്നത്. ജെനേസിസ് ഇൻ്റർനാഷണൽ ഓൾറെഡി 716 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ സൈൻഡ് ലിമിറ്റഡ് എനിക്ക് തോന്നുന്നു ഒരു കറക്ഷൻ കഴിഞ്ഞിട്ട് സൈൻഡ് ലിമിറ്റഡ് അട്രാക്റ്റീവ് ലെവലിൽ അവൈലബിൾ ആണ്. സൈൻഡ് ലിമിറ്റഡ് ഇപ്പോൾ വാങ്ങുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അതോടൊപ്പം തന്നെ സൈബർ ടെക് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻഫോ സിസ്റ്റംസ്, അതായത് മാപ്മൈ ഇന്ത്യയുടെ കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. JSW എനർജി അവരുടെ സബ്സിഡിയറി JSW ന്യൂ എനർജിയിൽ സ്റ്റേക്ക് സെയിൽ നടത്തിയിട്ടുണ്ട്. 5000 കോടി രൂപയ്ക്കാണ്. ഗോൾഡ്മാൻ സാക്സും GQG പാർട്ട്നേഴ്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് ഉണ്ട്, നൊമുറി ഉണ്ട്, UBS ഉണ്ട്, അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ഒക്കെ ഉണ്ട്. JSW എനർജിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മോർഗൻ സ്റ്റാൻലി റീഷഫ്ലിംഗ് വരുന്നുണ്ട്. മെയ് 14 റീഷഫ്ലിംഗ് വരാൻ പോകുന്നത്. ധാരാളം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച്. ആംബർ എൻ്റർപ്രൈസസിൻ്റെ സബ്സിഡിയറി റെയിൽവേ റിലേറ്റഡ് ആക്ടിവിറ്റി വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. സൗത്ത് കൊറിയയിലത്തെ യൂജിൻ മെഷീനറി ലിമിറ്റഡ് ആയിട്ട് ടൈപ്പിലായിരിക്കുകയാണ്. വാഗൺ റിലേറ്റഡ് സ്പെയർസും പാർട്സ് ഉണ്ടാക്കാനാണ്. ആംബറിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ടാറ്റ സ്റ്റീലിൻ്റെ സെയിൽസ് ഫിഗർ വന്നിട്ടുണ്ട്. 50% മാർച്ച് ക്വാർട്ടറിലുള്ള സെയിൽസ് 5% മാർച്ച് ക്വാർട്ടറിൽ സെയിൽസ് കൂടിയിട്ടുള്ളത്. Q4 നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് എവർ പ്രൊഡക്ഷനും കൂടിയാണ്. പക്ഷേ ഓവർസീസ് മാർക്കറ്റിലത്തെ പ്രൊഡക്ഷൻ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. എന്നിരുന്നാലും ടാറ്റ മോട്ടറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓൾറെഡി വളരെ ഹോട്ടായിട്ടുള്ള സമ്മറാണ്. AC സെയിൽസൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വോൾട്ടാസ് ഫസ്റ്റ് കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. 2 മില്യൺ ACകൾ വിറ്റിട്ടുള്ളൊരു ഫസ്റ്റ് കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. 72% ആണ് സെയിൽസ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. വോൾട്ടാസിനെ സംബന്ധിച്ച പോസിറ്റീവ് ന്യൂസാണ്. വിപ്രോയുടെ പഴയ CEO റിസൈൻ ചെയ്തിട്ടുണ്ട്. തായറി ഡെലാപോർട്ട് റിസൈൻ ചെയ്തിട്ട് വിപ്രോയിൽ തന്നെ 30 വർഷമായിട്ട് അമേരിക്കൻ സബ്സിഡിയറി ഹെഡ് ചെയ്തിരുന്ന ശ്രീനിവാസ് പല്ലയ്യ വരികയാണ്. അപ്പോൾ വലിയ നെഗറ്റീവ് ന്യൂസ് ഒന്നുമില്ല. ശ്രീനിവാസ് വിപ്രോയിലുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസായിട്ടാണ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് US ഡിഫൻസ് ആയിട്ടൊരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ഷിപ്പ്യാർഡ് റിപ്പയർ അഗ്രിമെൻ്റ് ആണ്. US നേവിക്ക് വേണ്ടിയാണ്. അമേരിക്കൻ വാർഷിപ്പുകൾക്കൊക്കെ റിപ്പയറിംഗ് ഫെസിലിറ്റിക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച്. അതൊരു പോസിറ്റീവ് ന്യൂസാണ്. സിഗ്നേച്ചർ ഗ്ലോബൽ നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കാണ്. എക്സലൻറ്റ് സെയിൽസ് ഫിഗറാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇയർലി നോക്കുകയാണെങ്കിലും Q4 നോക്കുകയാണെങ്കിലും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന സെയിൽസ് ഫിഗറുകളാണ്. അതോടൊപ്പം തന്നെ അഡാനി എൻ്റർപ്രൈസിൻ്റെ അഡാനി ന്യൂ ഇൻഡസ്ട്രിയിൽ വേഫർ ചിപ്സും മറ്റ് റിലേറ്റഡ് സോളാർ ഫോട്ടോവോൾട്ടൈക്സിൻ്റെ പാനൽസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം അഡാനി ഗ്രീനിനും ധാരാളം എക്സ്പാൻഷൻ വരുന്നുണ്ട്. പൊതുവെ അത് അഡാനി ഗ്രീനിനും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. L&T ഡിഫൻസിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. L&T പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ് മാറ്റിയിരിക്കുന്നത്. നോൺ മിലിറ്ററി സെഗ്മെൻറ്റിലേക്ക് കൂടി എൻ്റർ ചെയ്യാണ്. എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ്ങിനും ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയൊക്കെ പോസിറ്റീവ് ന്യൂസാണ്. വോഡാഫോൺ ഐഡിയയിൽ ബിർള ഗ്രൂപ്പ് ചെറിയൊരു സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. 14.87 പെർ ഷെയർ ആണ്. മാർക്കറ്റ് റേറ്റിനേക്കാളും ബെറ്റർ റേറ്റിലാണ്. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒപ്റ്റിമിസ്റ്റിക് സിറ്റുവേഷനെയാണ് ഇത് കാണിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. മാക്രോടെക് ബെസ്റ്റ് എവർ ക്വാർട്ടർലി ഫോർ സെയിൽസ് ആണ്. 40% സെയിൽസ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ സെയിൽസൊക്കെ എക്സീഡ് ചെയ്തിരിക്കുകയാണ്.
ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഒപ്പം ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്കുകളിലായിരിക്കും ഒരുപക്ഷെ വലിയ രീതിയിൽ മുന്നേറ്റം കാണാൻ ചാൻസസ് കൂടുതൽ. ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോൾഡ് ജുവലേഴ്സ്, പ്രത്യേകിച്ച് കല്യാൺ ജുവലേഴ്സ്, ടൈറ്റൻ്റെ Q4 സെയിൽസ് ഫിഗർ വന്നിരുന്നു. പക്ഷേ കല്യാണാണ് മച്ച് ബെറ്റർ സെയിൽസ് ഫിഗർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കല്യാണിലൊക്കെ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മണപ്പുറം, മുത്തൂറ്റ്, ഗോൾഡ് റിലേറ്റഡ് സ്റ്റോക്കുകളിൽ പ്രത്യേകിച്ച് കാത്തലിക് സിറിയൻ ബാങ്ക് ഗോൾഡിന് മാത്രം കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നൊരു ബാങ്കും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാവാം. അപ്പോൾ അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാം. ഇന്ന് ഈ ആഴ്ച നമുക്കൊരു ദിവസം അവധിയുണ്ട്. ഈദ് ഉൽ ഫിത്തർ വരെയാണ്. ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് നമ്മൾ 5 സ്റ്റോക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സിസ്റ്റിംഗ് ബൈകൾ തന്നെയാണ്. അത് വണ്ടർലി ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, സരിഗമയുണ്ട്, JP അസോസിയേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോഫി ഡേ ഉണ്ട്. ഒപ്പം നമ്മൾ സൺഡേ പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആംബർ എൻ്റർപ്രൈസസ്, അതുപോലെ തന്നെ ജിയോ സ്പേഷ്യൽ രംഗത്തുള്ള സയൻഡ് ലിമിറ്റഡ്, ജെനസിസ് ഇൻ്റർനാഷണൽ, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ അടുക്കും തോറും മാർക്കറ്റ് മുന്നേറാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സെറ്റിൽ ആവുകയാണെങ്കിൽ അതും മാർക്കറ്റിന് പോസിറ്റീവ് ആവാനാണ് ചാൻസസ് കൂടുതൽ. കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് താഴെ വരും. ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവറോൾ നമ്മൾ ഒരു ബുള്ളിഷ് ബയാസാണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിരുന്നാലും വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഹയർ ലെവലിൽ വരുമ്പോൾ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.